നമസ്കാരം. റിയാസിനോടുള്ള മരുമോൻ പരിഹാസത്തിന് ഒരു മധുര പ്രതികാരം കാലം വീട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, കേരളത്തിന്റെ പുണ്യാളൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മരുമോൻ NDA സ്ഥാനാർത്ഥി. മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാർ ആരൊക്കെ? കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും BJP-യിൽ പോയതിന് പിന്നാലെ പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ മരുമോൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശുസുകൾ, ആ കല്ലറയിൽ നിന്നുള്ള മുഴുവൻ അനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് മറിയ ഉമ്മന്റെ ഭർത്താവായിട്ടുള്ള വർഗീസ് ജോർജ് BJP-യിൽ എത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം റിയാസിനെ മരുമോനെ എന്ന് പരിഹസിച്ചിരുന്നവർ ഈ മരുമോനെ കുറിച്ച് എന്ത് പറയുമെന്ന് അറിയാൻ വലിയ കൗതുകമുണ്ട്. എന്തായാലും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മരുമോൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി കൊടുങ്ങല്ലൂരിൽ മത്സരിച്ച് വിജയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതിന്റെ? ആ കല്ലറയുടെ എല്ലാ അനുഗ്രഹവും ഈ മരുമോനിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. കേട്ടെ. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്നുള്ള ഒരു ലേബൽ അത് എത്രത്തോളം ഗുണം ചെയ്യും? അത് എപ്പോഴും നല്ല ഗുണം ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിനെ പോലെ ഒരു വ്യക്തിത്വം ഏത് ഇതിൻ്റെ കൂടെയും ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു പേരാണ്. അതുകൊണ്ട് എപ്പോഴും നല്ലതേ നടക്കൂ, നല്ല കാര്യങ്ങളെ നടക്കൂ. ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങളെ കണ്ടുപഠിച്ചിട്ടാണ് ഞാനും രാഷ്ട്രീയത്തിൽ വളർന്നു വന്നത്. പറയുകയാണെങ്കിൽ പേരിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസ് നേതാക്കളൊക്കെ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരുമകനല്ല, മകളായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. എന്താണ് അതിൽ വസ്തുത? ഇത് ഞാൻ എത്ര പറഞ്ഞാലും അവർക്ക് അതിനെ ഞാൻ പറയട്ടെ, ഇത് വിരലി പൂണ്ടിട്ട് എന്ത് പറയണം എന്നുള്ളത് അവർക്ക് ഒരു ഒരു വ്യക്തത ഇല്ലാണ്ടിരിക്കുകയാണ്. അതിന് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും. ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് കരുതിച്ച് കാണിക്കാനായിട്ട് ഏത് ലെവൽ വരെ, ഇതൊക്കെ ഞാൻ പറയുന്നത് അവർക്ക് തോൽക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്ന ഭ്രമമാണ്. ഇതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വൈവാഹിക ബന്ധത്തെക്കുറിച്ചിട്ട് പറയേണ്ടത് ഞാനും എൻ്റെ ഭാര്യയുമാണ്. നിങ്ങൾക്ക് എൻ്റെ ഭാര്യയായിട്ട് ചോദിച്ച് സംസാരിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനല്ലല്ലോ എൻ്റെ കുടുംബജീവിതം തീരുമാനിക്കുന്നത്. പ്രചരണങ്ങൾ വാസ്തവവിരുദ്ധമാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കരുതേച്ച് കാണിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോഴും എൻ്റെ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്യാൻ പോകുന്നത് 2 ദിവസം മുമ്പാണ് തീരുമാനിച്ചത്. അതിൻ്റെ മുമ്പ് വരെ തീരുമാനങ്ങളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും മറിയയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മറിയ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, മീഡിയയുടെ മുമ്പിൽ നമ്മൾ എന്താണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒബ്വിയസ്ലി നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് കോൺഗ്രസ് എന്നുള്ള ഒരു രാഷ്ട്രീയമാണ് ഉള്ളത്. ആ രാഷ്ട്രീയത്തിൽ തന്നെ നിലകൊള്ളുന്നു. അരുമാന്തപ്പെട്ട മരുമോനാണ്. എന്തായാലും കോൺഗ്രസ്സുകാർ ഇറക്കിയ ഒരു കാര്യത്തിൽ കൂടി ഈ മരുമോനെ ഇത് ഉമ്മൻചാണ്ടിയുടെ മോളായിട്ടുള്ള മറിയ ഉമ്മനുമായിട്ട് തെറ്റി നിൽക്കുകയാണെന്ന്. കാര്യം കുടുംബത്തെ കൂടി അങ്ങ് കലക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ ഇറക്കി. പക്ഷെ അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബം കലങ്ങിയിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരല്ല, നിങ്ങൾ നല്ല അന്തസ്സായിട്ട് പോയിട്ട് മറിയ ഉമ്മൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറയുന്നത്. എന്തായാലും ആ ഒരു വിചിത്രം നോക്കണം. മറിയ ഉമ്മനെ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എന്ന് അവരുടെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ, അദ്ദേഹം തന്നെ നേരിട്ട് പ്രതിനിധീകരിച്ചിരുന്ന പുതുപ്പള്ളി എന്ന ആ മണ്ഡലം അത് സ്വന്തം മകന് സ്ത്രീധനമായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ മകൾക്ക് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് ചെങ്ങന്നൂർ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇനി 2-3 ഓപ്ഷൻ കൂടിയുണ്ട്. മകൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഭാര്യയ്ക്ക് ചാൻസ് ഇല്ല. മൂത്ത മകളും ഇളയ മകൾ കൂടി അപ്പന്റെ ആ ലെഗസിയുടെ പേരിൽ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ പിന്നെയും ഉണ്ട് 2 ഓപ്ഷൻ. സ്വാഭാവികമായിട്ട് എല്ലാവരെയും കൂടി കോൺഗ്രസിന് പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മകൻ തന്നെ, ചാണ്ടി ഉമ്മൻ തന്നെ നേരത്തെ അവരുടെ ലോയേഴ്സ് അസോസിയേഷനിലൊക്കെ ഉള്ളതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ ഹൈവേ പാനലിൽ, BJP നിയോഗിക്കുന്ന പാനലിൽ ചാണ്ടി ഉമ്മന്റെ പേര് കടന്നു വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് BJPക്കകത്ത് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് അളിയന് കൂടി ഇവിടെ മത്സരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അളിയന് NDAയിൽ ഇടപെട്ട് ചാണ്ടി ഉമ്മൻ തന്നെ സീറ്റും കൂടി മേടിച്ചു കൊടുത്തപ്പോൾ ഇനി ഒരു അളിയനും ഒരു അനിയത്തിയും കൂടിയുണ്ട്. ഇവർക്ക് 2 പേർക്ക് കൂടി എവിടെയാണ് സീറ്റ്, ആരാണ് സീറ്റ് കൊടുക്കുന്നു എന്ന് കൂടിയാണ് അറിയാനുള്ളത്. എന്തായാലും നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾക്കും മരുമക്കൾക്കെല്ലാം ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയോട് താല്പര്യമില്ലെങ്കിലും അവർക്കെല്ലാം BJPയോടുള്ള അയിത്തം മാറിയിട്ടുണ്ട്. BJP ആണ് വരും കാലത്ത് അവരുടെ ഭാവി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം ഭാര്യ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് അറിയിച്ച സന്ദർഭത്തിൽ, നീ അവിടെ ആയിക്കോളൂ, ആന്റണിയും മകനും നിൽക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യാം, NDAയോടൊപ്പം നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും. കാര്യം ഇനിയിപ്പോ ED എങ്ങാനും ചാണ്ടി ഉമ്മന്റെയോ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? BJPയോടൊപ്പം ഒരു അലയൻസ് ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം,
BJPയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാം, മത്സരിക്കാം. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാലം CPMന്റെ ഒരു മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് തൊട്ട് എല്ലാ കാര്യങ്ങളും അത് മരുമോനാണ്, അത് സ്ത്രീധനമാണെന്ന് അധിക്ഷേപിച്ചവർക്ക് ഇപ്പോ ഈ പുതിയ മരുമോനെ സംബന്ധിച്ച് റോബർട്ട് വാദ്ര എന്ന ഗാന്ധി കുടുംബത്തിലെ മരുമോന് വയനാട് സീറ്റ് അവർ വച്ച് കൈമാറിയ സന്ദർഭത്തിലോ ആ മരുമോൻ വേദന വന്നിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചാണ്ടിച്ചൻ എന്ന ആ പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ നേരിട്ട് BJPയിൽ എത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം പറയുകയാണ് ആ കുടുംബം കലങ്ങിയാണെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ റിയാസിനെ അധിക്ഷേപിച്ചവർ, റിയാസ് BJPയിലൊന്നും പോയിട്ടില്ല. അദ്ദേഹം താഴേക്കിടയിൽ നിന്ന് കൊടി പിടിച്ച് അദ്ദേഹം DYFI അഖിലേന്ത്യാ പ്രസിഡന്റായി യുവജന സംഘടനാ നേതാവിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ റിയാസിനൊരു അവസരം കിട്ടി. പക്ഷെ അതിനെ എന്താക്കി മാറ്റി? കഴിവുകളും പ്രാപ്തിക്കും അപ്പുറം റിയാസ് എന്ന മരുമോനാക്കി ചുരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി ഇന്നലകളിൽ മരുമോനായി കണ്ടെത്തിയിരിക്കുന്നവരൊക്കെ BJP മനസ്സുള്ളവരാണ്, ഭാവിയിൽ BJP ആകേണ്ടവരാണ്. അങ്ങനെ ഒരു അലയൻസ് കൂടി അദ്ദേഹം മുൻകൂട്ടി കണ്ടാണ് മരുമോന്മാരെ വരെ സെലക്ട് ചെയ്തിരുന്നു എന്ന് സംശയിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംഭവവികാസങ്ങൾ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രമുഖ ആചാര്യൻ നേതാക്കന്മാരുടെ മരുമക്കളെല്ലാം BJPയിലേക്കും മക്കളെല്ലാം BJPയിലേക്ക് കൊഴിഞ്ഞു പോകുമ്പോഴും ഈ കോൺഗ്രസിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നവരോട് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്ന കുറച്ചു പേർക്ക് അധികാര സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് ചാടിപ്പോകാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്നവരെ ഇപ്പോഴും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല.